ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ലോകത്ത് സമാധാനം ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് ലോക ജനസംഖ്യയിൽ കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത്. സമാധാനം പുലരട്ടെ എന്ന് തന്നെയാണ് ലോകത്തുള്ള എല്ലാവിധ മനുഷ്യരും എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. US ഇലക്ഷനിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് കൊടുത്ത വാഗ്ദാനങ്ങളിൽ ഒന്നാണ് എന്ന് വെറുതെ പറഞ്ഞാൽ പോലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നത്. അതിൻ്റെ നടപടിയിലേക്ക് US കടന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തുമാവട്ടെ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുക, അതിന് മുൻകൈയെടുത്താൽ മാത്രം പോരാ, ചങ്കൂറ്റത്തോടെ അതിനെ മുന്നിട്ടിറങ്ങി അത് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഏതായാലും അതിൻ്റെ ചർച്ചകൾ സൗദി അറേബ്യയിൽ തുടങ്ങിക്കഴിഞ്ഞു. വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇത്. നല്ല കാര്യമെന്ന് 100 വട്ടം പറയുകയാണ്. കാരണം ഒരു യുദ്ധം മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ ചില്ലറയല്ല. ഒരു വ്യക്തിയുടെ കാര്യമെടുത്താൽ തന്നെ സർവ്വതും ഒരു അക്രമത്തിലൂടെ നഷ്ടമായാൽ പിന്നെ ആ വ്യക്തിക്ക് ജീവിതത്തിൽ അത് തിരിച്ചെടുക്കുക അസാധ്യമാണ്. ധനികർ ഒരു നിമിഷം കൊണ്ട് ദരിദ്രരാവുന്ന കാഴ്ചയാണ് യുദ്ധഭൂമിയിൽ നമ്മൾ കാണുന്നത്. ഒരു ആയുഷ്കാലം മുഴുവൻ കൊണ്ട് സ്വരുക്കൂട്ടിയ സമ്പാദ്യമെല്ലാം ശത്രുവിൻ്റെ ഒരു അക്രമം കൊണ്ട് തകർന്നടിയുന്ന കാഴ്ചയാണ് യുദ്ധഭൂമിയിൽ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധഭൂമിയിൽ നിന്ന് നമ്മൾ കാണുന്ന ഓരോ കാഴ്ചയും കരളലിയിപ്പിക്കുന്നത് തന്നെയാണ്. നിമിഷ നേരം കൊണ്ട് എല്ലാം നഷ്ടമാകുന്ന ഒരു കൂട്ടം മനുഷ്യർ. അവരൊന്നും യുദ്ധത്തിലെ പങ്കാളികളോ യുദ്ധം ആഗ്രഹിക്കുന്നവരോ ഒന്നുമല്ല. ഇതിൻ്റെ വശങ്ങൾ തന്നെ സാധാരണക്കാർക്ക് അറിയണം എന്നില്ല. അത്തരം ആളുകളാണ് കൂടുതലും ഈ അക്രമങ്ങൾക്ക് ഇരയാവുന്നത്. അതിനൊരു അറുതിയാവുക എന്നത് വലിയ ലോക നന്മ തന്നെയാണ്. എല്ലാ യുദ്ധങ്ങളിലും എന്നു വേണ്ട, ഏത് അക്രമങ്ങളിലും അതിൻ്റെ ഇരകളായി സർവ്വതും നശിക്കുന്നത് നിരപരാധികളായ സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിൻ്റെ ഈ മധ്യസ്ഥ ശ്രമങ്ങൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന സൗദി അറേബ്യയുടെ ശ്രമങ്ങൾ ഒക്കെ ഫലം കാണും എന്ന ശുഭപ്രതീക്ഷയിലാണ് ലോകത്തെ സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും എന്നതിൽ സംശയമില്ല. ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒക്കെ പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. അത് നല്ല വഴിയിലൂടെ ആവട്ടെ എന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൻ്റെ വെടിയൊച്ചകൾ തൽക്കാലത്തേക്കെങ്കിലും നിർത്തുവാൻ ട്രംപിന് കഴിഞ്ഞല്ലോ. അതേ മാതൃകയിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ വെടിയൊച്ചയില്ലാത്ത ഒരു പ്രഭാതത്തിനായി നമുക്ക് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്തായാലും നല്ലൊരു വാർത്ത ശ്രവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ, ലോകത്തിന് മുഴുവൻ സാധിക്കട്ടെ എന്ന വിശ്വാസത്തോടെ നിർത്തുകയാണ്. ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും വിഷയം ഇഷ്ടമാവുമ്പോൾ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അടുത്ത ഒരു വിഷയവുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.